അതുകൊണ്ട് എനിക്ക് ഈ പ്രോഗ്രാം നോട്ടീസിൽ ഞാൻ എഡിറ്റ് ചെയ്ത ഈ വീഡിയോയിൽ അവസാനത്തിൽ ഞാൻ ബ്രേക്ക് ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ബ്രേക്ക് ന്യൂസിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയും മുരളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ ഈ പോസ്റ്ററിൽ എഡിറ്റ് ചെയ്ത ഒരു ബ്രേക്ക് ന്യൂസ് ഉണ്ട്, നിങ്ങളത് വായിക്കണം. മുജാഹിദ് കേരളം ചോദ്യം ചോദിക്കണം അവരോട്. വിശദംകാരെ നിങ്ങൾ എനിക്ക് നേരെ തിരിയല്ല, നിങ്ങൾ ഇവരോട് വളരെ നല്ല രൂപത്തിൽ ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? ബഹുമന്ത്രി തന്നെ വേദിയിൽ ഉണ്ടായിരിക്കുമല്ലോ, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ കിട്ടിയ നല്ല അവസരം തയ്യാറുണ്ടോ ബാലുശ്ശേരി? താങ്കൾ സത്യസന്ധനാണെങ്കിൽ PN-നോടും TK അഷ്റഫിനോടും മുജാഹിദ് മൗലവി ബാലുശ്ശേരിയോടും അതുപോലെ ഹുസൈൻ സൽഫിയോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ശിവൻകുട്ടി മന്ത്രിയോടെ ഉണ്ടല്ലോ, അല്ല, നല്ല പക്വതയും നല്ല രൂപത്തിൽ ദീർഘവിശദം സംസാരിക്കുന്ന മുരളി സാറൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ നിങ്ങളെന്ത് ചെയ്യുക, ഈ ഇതൊന്ന് സമർപ്പിക്കുക. ഇതാ സാഹിത്യരങ്ങാടി എന്ന് പറഞ്ഞ ഞങ്ങളെ കൂടെയുള്ള പ്രഭാഷകൻ ഇപ്പോൾ ഞങ്ങളൊക്കെ കുടുംബത്തെയും ഞങ്ങളുടെയൊക്കെ അഭിമാനത്തെയും സമൂഹത്തിൽ വല്ലാതെ മോശമാക്കുന്നുണ്ട്. കുറേ കാലമായി ഈ ഫിത്ന തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ആൾ എന്ന നിലക്ക് നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കി. മന്ത്രി വരുന്നുണ്ട്, നേരിട്ട് വരുമ്പോൾ നേരിട്ട് കൊടുക്കാമല്ലോ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കൊടുക്കാൻ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയല്ല, വിനയത്തോട് ചോദിക്കുകയാണ്. ഒന്ന് നിങ്ങൾ കൊടുക്കി. മുജാഹിദ് ബാലുശ്ശേരിയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കൊടുക്കി. നിങ്ങളെ വാപ്പ മുജാഹിദ് എന്ന പേരിട്ടത് എന്തിനാ? തൗഹീദിൻ്റെ ആശയ പോരാട്ടത്തിൽ വിജയിച്ച ആ ദിവസത്തിൽ സംവാദത്തിൽ നിന്ന് വാപ്പ ആവേശത്തിലിട്ട പേരാ. ആ വാപ്പാക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും വെള്ളിക്കോൽമ വെള്ളിയില്ലാത്ത പോലെ ആയല്ലോ അല്ലേ? ഇത്രയും തോന്നെ അമ്പലങ്ങളിലൊക്കെ തൗഹീദ് പറഞ്ഞിട്ട് നിങ്ങൾ സ്വന്തം വീട്ടിനകത്ത് കട്ടിലടിയിൽ സിഹറുണ്ട് എന്നും പറഞ്ഞത് ആ പെര വിറ്റ് പോണതും ആ വിറ്റ് പോയ വീട്ടിൽ ആരിസ്കാക്കൂടെ വീണ്ടും ചികിത്സക്ക് ആളെ വിളിക്കുന്നത് എന്തിനാ? ശൈത്താനിയ ഷർറുണ്ട്. ഇതാണോ നിങ്ങൾ പഠിപ്പിച്ച തൗഹീദ് നിർഭയത്വം? നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ അർഹത ഉണ്ടോ? അപ്പം അതുകൊണ്ട് മന്ത്രിമാരോട് മുമ്പിൽ നിങ്ങൾ ഈ പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് ഈ വെല്ലുവിളികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാ ആളുകളും ചോദിക്കണം അവരോട്. എന്താ സാഹിത്യരങ്ങാടി പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞല്ലോ, എന്തെങ്കിലും മിണ്ടാത്തത്? ആരും മിണ്ടാത്തത്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊന്നും മിണ്ടാത്തെന്താ? ബാലുശ്ശേരിയൊക്കെ വായ പൊത്തി എന്തിനാ? ബാലുശ്ശേരി കേസേറ്റ് രംഗത്തിറങ്ങാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തടയിട്ടത്? എന്തിനാണ് നിങ്ങൾ ആ ആശ്ര വിപത്ത എന്ന ഫാമിലിക്ക് ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ ഒരുപാട് പൈസ ഒന്ന് സഹായിച്ചതല്ലേ, നിങ്ങളെ പ്രശ്നങ്ങളിലൊക്കെ പരിഹരിച്ച ഇടപെട്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അത്രയും സഹായം തന്നതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് ഇറക്കി എന്തിനാ? ഭീഷണിപ്പെടുത്തി എന്തിനാ? തിരുത്തി എനിക്കെതിരെ വോയിസ് ഇറക്കാൻ പറഞ്ഞ എന്തിനാ? അപ്പോൾ ഉള്ളിലൂടെ എല്ലാ കളികൾ നടത്തി നോക്കുന്നുണ്ട് രക്ഷപ്പെടാനുള്ളത്. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ബോധ്യപ്പെട്ടു, സമൂഹം തിരിച്ചറിഞ്ഞു, അതിൻ്റെ രേഖകൾ സമൂഹത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇത് എത്ര നിങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചാലും ഇത് ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞ് ആ വ്യതിയാനത്തിന് തിരുത്തിയാലോ അൽഹംദുലില്ലാഹ്, പിന്നെ ആര് തെറ്റ് പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല, പിന്നെ പ്രചരിപ്പിക്കൂല. ഇപ്പോൾ ഇസ്ലാം മാസികയിലെ ഉദ്ധരണി ഷിർക്കാണ് എന്ന് വ്യക്തമായി പറയുന്ന അനസ് മൗലവിയും അതുപോലെ കായക്കൊടിയും അടങ്ങുന്ന വിഭാഗം സമസ്തയുമായി സമ്പാദ്യം എന്നാൽ എവിടെയെങ്കിലും ചോദിക്കുമോ? എന്നാൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, അയ്യോ മാതൃ കാതറായ ജിന്നോട്, ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല എന്ന വാദം നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റും. ഷിർക്കാണ് ധൈര്യം സമേതം പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരൊറ്റൊന്നും ഉണ്ടിയോ? നിങ്ങൾക്ക് മുഖാമുഖം സമ്പാദ്യം നടത്താൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഈ തൗഹീദാകുന്ന മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പുരയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ആ ഷിർക്കിൻ്റെ കൊമ്പ് മുറിച്ചു മാറ്റാൻ പറഞ്ഞ വന്ധ്യവയോധികരായ പണ്ഡിതന്മാരുടെ തീരുമാനങ്ങളെ എതിർത്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയതിൻ്റെ കുരുത്തക്കേടാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാനക്കേടിൽ നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ എത്ര മുഖം കൊണ്ട് ഒരു എന്താ പറയുക ടവല് പൊത്തേണ്ടതിന് പകരം ഉസ്താദിന് മുമ്പിൽ അവറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പർദ്ദ കയറ്റി അവറത്ത് മറച്ച പെണ്ണിൻ്റെ അവസ്ഥ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു മടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ കേട്ടോ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രഭാഷകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 മാസമായി അതിശക്തമായ രോഗത്തിന് 2 കാലുകൾ ചില സമയങ്ങളിൽ തളർന്നു പോകുന്നൊരസുഖം, ഷുഗർ ബാധിച്ച് ഞരമ്പുകളൊക്കെ ബ്ലോക്കായി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും മരണത്തിന്റെ വേദന ഉണ്ടായിട്ടില്ല. പക്ഷേ വേദനയിൽ ഇത്രമേൽ വേദന 51 വർഷത്തിനിടയിൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരു ദിവസമല്ല, ഫുൾ ടൈം 24 മണിക്കൂർ. കഴിഞ്ഞ 5 മാസം 3 ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത്. ഞാൻ എന്ത് മനസ്സിലാക്കണം? അധികം ഡയലോഗ് അടിക്കേണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ?
നല്ലോണം ഓർത്തോളൂ കണ്ടോ. ഇജ്ജ് ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട, ഞങ്ങൾക്ക് നല്ലതല്ല. ഇജ്ജ് ആരെയാ ചെടുക്കേ, ആരെയാ ഇജ്ജ് ഭീഷണിപ്പെടുത്തുന്നത്? ടി.കെ. അഷ്റഫ് പ്രസംഗിക്കൂല, ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ്. കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട്. എരന്ന് വാങ്ങുകയാണ് നീ, എല്ലാം എരന്ന് വാങ്ങുകയാണ്. ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ. അധികം ഡയലോഗ് അടിക്കണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ, നല്ലോണം ഓർത്തോളുണ്ടോ. ഇജ്ജ് ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട, ഞങ്ങൾക്ക് നല്ലതല്ല. വല്ലാത്തൊരു തൊലിക്കട്ടി എന്നാ മോനെ. എന്നാലും ഇസ്ലാമിന്റെ പേരിൽ റബ്ബിനെ എത്ര മേലെ ധിക്കരിക്കുന്ന ഒരു ധിക്കാരി ഭൂമുഖത്ത് വേറെ ഉണ്ടാവുമോ? വല്ലാത്തൊരു ജാഹിലി എന്ന മോനെ. ഓ, 1 കോടി കണ്ടാമർക്ക് ഒന്നിച്ചെന്നാലും അവരത് തൊലി സോഫ്റ്റ് ആയിരിക്കും നിന്റെ മുമ്പിൽ. വല്ലാത്തൊരു ജന്മം തന്നെ. കുട്ടിയെ, നിനക്ക് പ്രാന്ത. ഊളംപാറയിൽ പോലും നിന്നെ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയില്ല. ഇപ്പൊ നീ ദീൻ ഉൾക്കൊള്ളു. ഇപ്പൊ നീ ഹിദായത്തിലല്ല, പൂർണ്ണ ദലാലത്തിലാണ്. ഒരു 75% ദലാലത്തിലായിരുന്നു നീ, ഇപ്പൊ സമ്പൂർണായി ദലാലത്തിലാണ്. ലാലിമാണ് നീ കേട്ടോ. സന്യാസി മതത്തിന്റെ ആചാര്യൻ നീയായിരുന്നു. സന്യാസവും പൂജാരിത്വവും കൊണ്ട് കിടന്നത് നീയായിരുന്നു. കെട്ടുമാറാപ്പും കൊട്ടുംകുരവയും നിന്റെ കയ്യിലായിരുന്നു. വെളിച്ചപ്പാടായി തുള്ളിയതും ഉറഞ്ഞതും നീയായിരുന്നു. ഉറയിപ്പിച്ചതും തുള്ളിപ്പിച്ചതും നീയായിരുന്നു. എല്ലാം നീയായിരുന്നു കേട്ടോ. അതിന്റെ മുഴുവൻ പാപഭാരവും 12 കൊല്ലം ചെയ്തു കൂട്ടിയ പാപഭാരം മനസ്സിലായില്ലേ? അന്നും വിശ്വത്തിന്റെ നേതാക്കന്മാരെ തിരുത്താൻ തന്ന അറിവാളനാ നീ, മനസ്സിലായില്ലേ? നീ അതിനേക്കാളൊക്കെ മുന്നിലാണെന്ന് പറഞ്ഞ അറിവാളനാ നീ. ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം മോനെ കേട്ടോ. തുളുമ്പണ്ട, നല്ലതല്ല. മുജാഹിദ് ബാലുശ്ശേരിയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വീട് പുത്തനത്താണി ഉണ്ടായിരുന്നു. ആ വീട്ടിലൊരു ജിന്നുമ്മ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സവിശേഷത ഉണ്ടായിട്ടോ ഞാനും എൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല, ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കേസ് കൊടുക്കാനാ പോകുന്നത്, ഞാൻ വീഡിയോ ചെയ്യാനല്ല പോകുന്നത്. എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണ തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത്. എൻ്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നു. ഓൻ വരട്ടെ,